എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വേണമെങ്കിൽ ചിക്കൻ മുളകിട്ടത് എന്ന് വേണമെങ്കിലും പറയാം. നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ഒരു ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ച് അവിടെ വയ്ക്കുക. കുറച്ച് നേരം മാറ്റി വയ്ക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാത്രം വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി 3 ചെറിയ സവാളയും 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതി. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി പെട്ടെന്ന് സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അതാണ് ഉലുവ. 1 ടീസ്പൂണോളം നമ്മൾ ഉലുവയും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല പോലെ ഒരു ഗോൾഡൻ കളറാവുന്ന വരെ വഴറ്റിയെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വഴന്നിട്ട് നമ്മളിതിലേക്ക് ഈ ഒരു അരപ്പ് ചേർക്കണം. ഇതിൽ ചേർത്തിട്ടുള്ളത് 12 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 2 കൂട് വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ജീരകം ആണ്. ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ല പോലെ അരച്ചെടുത്തതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് വഴന്നതിന് ശേഷം 3 തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും നല്ല പോലെ ഒന്ന് വഴന്ന് വന്നാൽ നമ്മുടെ മസാല ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളും ചേർക്കരുത്. ഇത് ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഗരം മസാല ഞാനിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളും ചേർക്കരുത്. ഗരം മസാല ചേർത്താൽ കറിക്ക് ആ ഗരം മസാലയുടെ ടേസ്റ്റാണ് മുന്തി നിൽക്കുക. അപ്പോൾ അത് വേണ്ട. ഇങ്ങനെ തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിലെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ ഓക്കെ ആയി. ഇനി കുറച്ച് വെള്ളമാണ് ചേർക്കേണ്ടത്. നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് ആദ്യം വേവിച്ചെടുക്കണം. ആരും പോവണ്ട, സമയമായിട്ടില്ല. ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് വെന്ത് വരണം. ഇപ്പോൾ കറി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് നല്ല തേങ്ങാപ്പാൽ. നല്ല കട്ടി തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കറിക്കനുസരിച്ച് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അത് തിളക്കണ്ട. തിള വരുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഓഫ് ചെയ്തോളൂ. അപ്പോൾ നല്ല ഒരു കറിയാണ്. നമ്മൾ വീട്ടിൽ സാധാരണ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്